Good morning, students. We are going to discuss about the topic linkage, crossing over, recombination frequency, interference and coincidence. These are the topics which we are going to discuss in this class. So what is linkage? The phenomenon of transmission pattern of linked genes is called linkage. So linkage is the phenomenon of transmission pattern of linked genes, and the genetic markers are said to be linked whenever 50% of the gamete produced contains parental combination of the markers and less than 50% of gametes contain recombinant combination. So the phenomenon of transmission of linked genes is known as linkage, and a gene is said to be linked when 50% of it has parental combination and 50% of it has recombinant combination. അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്സ് ലിങ്കേജ്, ക്രോസിംഗ് ഓവർ, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി, ഇൻ്റർഫറൻസ് ആൻഡ് കോയിൻസിഡൻസ് ആണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് ലിങ്കേജ് എന്നാണ്. അതായത് ലിങ്ക്ഡ് ജീൻസിൻ്റെ ട്രാൻസ്മിഷൻ പാറ്റേൺ ആണ് ലിങ്കേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിങ്കേജ് നടക്കുന്നത് എവിടെയാണ്? മിയോസിസിൻ്റെ സമയത്താണ് ലിങ്കേജ് നടക്കുന്നത്. അപ്പോൾ ലിങ്ക്ഡ് ജീൻസിൻ്റെ ട്രാൻസ്മിഷൻ പാറ്റേണിയാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ജീന് എപ്പോഴാണ് ലിങ്കേജ് നടന്നു എന്ന് പറയുക? അതായത് പകുതി, അതായത് 50% അവർ പാരൻസിനെ പോലെയും 50% പുതിയൊരു ടൈപ്പ് അല്ലെങ്കിൽ റീകോമിനൻ്റ് ടൈപ്പും കാണിച്ചാലാണ് അവർ ആ ജീന് ലിങ്ക്ഡ് എന്ന് പറയുന്നത്. അതായത് 50% പാരൻ്റൽ ടൈപ്പിനെ പോലെയായിരിക്കും, പാരൻസിനെ പോലെയായിരിക്കും, 50% റീകോമ്പിനൻ്റ് ടൈപ്പ് ആയിരിക്കും. അങ്ങനത്തെ ജീൻസിനാണ് ലിങ്ക്ഡ് ജീൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈസ് ക്രോസിംഗ് ഓവർ. ദ റീകോമ്പിനേഷൻ ഓഫ് ജീൻസ് ഓൺ സെയിം ക്രോമസോം ഈസ് നോൺ ആസ് ക്രോസിംഗ് ഓവർ, എ പ്രോസസ് ബൈ വിച്ച് എ പെയർ ഓഫ് ഹോമോലോഗസ് ക്രോമസോംസ് ആർ ഇൻ്റർചേഞ്ച്. ഇപ്പോൾ ഒരേ ക്രോമസോമിൻ്റെ മുകളിലുള്ള ജീൻസ് തമ്മിലുള്ള റീകോമ്പിനേഷനെയാണ് ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇത് ഒക്കർ ചെയ്യുന്നത് ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണ്. ഇതുവഴി അവർ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യും. അപ്പോൾ ക്രോസിംഗ് ഓവർ നടക്കുന്നത് എവിടെയാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്. മിയോസിസിലെ പ്രോഫേസ് 1 പാക്കേറ്റിംഗ് സ്റ്റേജിലാണ് ക്രോസിംഗ് ഓവർ നടക്കുന്നത്. അപ്പോൾ ഒരേ ക്രോമസോമിൻ്റെ മുകളിലുള്ള രണ്ട് ജീൻസ് തമ്മിൽ നടക്കുന്ന റീകോമ്പിനേഷനെയാണ് നമ്മൾ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത്. ഇത് ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിൽ ജനറ്റിക് മെറ്റീരിയൽ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. സോ ഇറ്റ് പ്രൊഡ്യൂസ് ന്യൂ ജീൻ കോമ്പിനേഷൻ. അപ്പോൾ പുതിയ ജനറ്റിക് വേരിയേഷനൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ക്രോസിംഗ് ഓവർ ആണ്. ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ക്രോസിംഗ് ഓവർ ആർ ആസ് ഫോളോസ്. ഫസ്റ്റ്, ദ ലൊക്കേഷൻ ഓഫ് എ ജീൻ ഓൺ എ ക്രോമസോം ഈസ് കോൾഡ് എ ലോക്കസ്, and the loci of the gene on the chromosome are arranged in a linear sequence. അപ്പോൾ ഒരു ജീനിൻ്റെ ക്രോമസോമിൻ്റെ മുകളിലുള്ള ലൊക്കേഷന് പറയുന്ന പേരാണ് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീന്, ഒരു ജീൻസ് എവിടെയാണ് ഉണ്ടാകുക? ക്രോമസോമിൻ്റെ മുകളിലാണ് ജീൻസ് ഉണ്ടാകുക. അപ്പോൾ ഈ ജീൻസ് ക്രോമസോമിൻ്റെ മുകളിൽ ഒരു സ്ഥലത്താണ് ഉണ്ടാകുക. ആ സ്ഥലത്തിന് പറയുന്ന പേരാണ് ലോക്കസ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രോമസോമിൻ്റെ മുകളിൽ എവിടെയാണോ ജീൻ ഉള്ളത് അതാണ് ലോക്കസ്. Next, the two alleles of a gene on a chromosome occupy corresponding position in homologous chromosome. ഹോമോലോഗസ് ക്രോമസോംസിൽ കറസ്പോണ്ടിങ് പൊസിഷൻസിലാണ് ഈ അല്ലേൽസ് ഉണ്ടാകുക. ഒരു ജീനിന് 2 അല്ലേൽസ് ഉണ്ടെങ്കിൽ, അതായത് ഒരു ജീൻസിൽ നിങ്ങൾക്കറിയാം 2 അല്ലേൽസ് ഉണ്ടാവും. അപ്പോൾ ഒരു ക്യാരക്ടറിന് കോഡ് ചെയ്യുന്ന ഒരു ജീനായിരിക്കും, ആ ജീനിന് 2 അല്ലേൽസ് ഉണ്ടാവും. അപ്പോൾ ടോൺ ആണെങ്കിൽ ക്യാപിറ്റൽ ടി. ഇപ്പോൾ 2 അല്ലേൽസ് ഇല്ലേ? അപ്പോൾ ടോൺലെസ് ആണെങ്കിൽ ക്യാപിറ്റൽ ടി. 2 അല്ലേൽസ് ഉണ്ട്. ഈ 2 അല്ലേൽസ് ഒരു ഹോമോലോഗസ് ക്രോമസോമിൻ്റെ മുകളിലാണ് ഉണ്ടാകുക. അതായത് ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷനിലായിരിക്കും ഈ അല്ലേൽസ് ഉണ്ടാകുക. നെക്സ്റ്റ്, ക്രോസിംഗ് ഓവർ ഇൻവോൾവ്സ് ദി ബ്രേക്കേജ് ഓഫ് ഈച്ച് ഓഫ് ഹോമോലോഗസ് ക്രോമസോം. അപ്പോൾ ക്രോസിംഗ് ഓവറിൻ്റെ സമയത്ത് ക്രോസിംഗ് ഓവർ ഉണ്ടാകുക ആര് തമ്മിലാണ്? 2 ഹോമോലോഗസ് ക്രോമസോംസ് തമ്മിലാണ് പാക്കേറ്റിൻ്റെ സമയത്ത് ക്രോസിംഗ് ഓവർ ഉണ്ടാകുക. അപ്പോൾ ഈ ക്രോസിംഗ് ഓവർ ഉണ്ടാകുമ്പോൾ ക്രോമസോം ബ്രേക്കേജ് നടക്കും. അതായത് ഹോമോലോഗസ് ക്രോമസോംസ് ബ്രേക്ക് ചെയ്തിട്ടാണ് ക്രോസിംഗ് ഓവർ ഉണ്ടാകുക. ക്രോസിംഗ് ഓവർ ഒക്കേഴ്സ് ഡ്യൂറിങ് പാക്കേറ്റിംഗ്, അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ക്രോമസോംസ് വിത്ത് റീകോമ്പിനൻ്റ് കോമ്പിനേഷൻ ഓഫ് ലിങ്ക്ഡ് ജീൻസ് ആർ ഫോംഡ് ബൈ occurrence of crossing over in the region between 2 loci. So what is crossing over? The crossing over means the recombination of genes on same chromosome. അതായത് ഒരേ ക്രോമസോമിൻ്റെ മുകളിലുള്ള ജീൻസ് തമ്മിൽ റീകോമ്പിനേഷൻ നടന്നു കഴിഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് ക്രോസിംഗ് ഓവർ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ചാൽ ഇത് ജനറ്റിക് വേരിയേഷൻ പ്രൊഡ്യൂസ് ചെയ്യും.
ഇനി ക്യാരക്ടേഴ്സ് ഓഫ് ക്രോസിംഗ് ഓവർ ആണ്. അതായത് ഒരു ക്രോമസോമിൻ്റെ മുകളിലുള്ള ഒരു ജീനിൻ്റെ പൊസിഷനെ പറയുന്ന പേരാണ് ലോക്കസ് എന്ന് പറയുന്നത്. പിന്നെ ഒരു ജീനിന് 2 അല്ലൈൽസ് ഉണ്ടാവും. ആ 2 അല്ലൈൽസ് ഹോമോലോഗസ് ക്രോമസോംസിൻ്റെ കറസ്പോണ്ടിങ് പൊസിഷൻസ് ഓക്യുപ്പൈ ചെയ്യും. പിന്നെ ക്രോസിംഗ് ഓവറിൻ്റെ സമയത്ത് ഹോമോലോഗസ് ക്രോമസോംസ് ബ്രേക്ക് ചെയ്യും. പിന്നെ ക്രോസിംഗ് ഓവർ നടക്കുന്നത് പാക്കേറ്റിൻ സ്റ്റേജിലാണ്. ഇതൊക്കെയാണ് ക്രോസിംഗ് ഓവറിൻ്റെ ക്യാരക്ടറിസ്റ്റിക്. The probability that crossing over will occur between 2 loci increase with increasing distance between 2 loci in the chromosome. അപ്പോൾ രണ്ട് ജീൻസ് തമ്മിൽ ക്രോസിംഗ് ഓവർ ഉണ്ടാകാനുള്ള ചാൻസ് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും കൂടും. അതാണ് ലാസ്റ്റ് ക്യാരക്ടർ. അതായത് 2 ജീൻസ് തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും അവർ തമ്മിൽ ക്രോസിംഗ് ഓവർ ഉണ്ടാകാനുള്ള ചാൻസ് കൂടും. Next, recombination frequency. The percentage of recombinant progeny produced in a cross is called recombination frequency, which is calculated as follows. Recombination frequency is equal to number of recombinant progeny divided by total number of progeny into 100. So, recombination frequency എന്ന് വെച്ചാൽ എന്താണ്? Percentage of recombinant progeny in a cross is called recombination frequency. Recombination frequency is equal to number of recombinant progeny divided by total number of progeny. അപ്പോൾ ഒരു ക്രോസ് വഴി പ്രൊഡ്യൂസ് ചെയ്യുന്ന റീകോമിനൻറ്റ് പ്രൊഗനീൻ്റെ പെർസെൻറ്റേജ് ആണ് റീകോമിനേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? റീകോമിനേഷൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റീകോമിനൻറ്റ് പ്രൊഗനി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഗനി ഇൻറ്റു 100. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ പെർസെൻറ്റേജുകൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? അതായത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്ക് ഇൻറ്റു 100. അതേപോലെ തന്നെയാണ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയും കാൽക്കുലേറ്റ് ചെയ്യുക. റീകോമ്പിനേഷൻ ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റീകോമ്പിനൻറ്റ് പ്രൊഗനി ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഗനി ഇൻറ്റു 100. അപ്പോൾ ഒരു ക്രോസ് വഴി കിട്ടിയ കുട്ടികളിൽ ഒരു ക്രോസ് വഴി കിട്ടിയ പ്രൊഗനീസിൽ എത്ര റീകോമ്പിനൻറ്റ് പ്രൊഗനീസ് ഉണ്ട്, അതാണ് റീകോമ്പിനൻറ്റ് ഫ്രീക്വൻസി വഴി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ക്രോസ് വഴി നിങ്ങൾക്ക് 10 റീകോമ്പിനൻറ്റ് പ്രൊഗനി കിട്ടിയിട്ടുണ്ടെങ്കിൽ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എങ്ങനെ നിങ്ങൾ എഴുതുക? 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. അപ്പോൾ 100 ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഗനി 100 ആണ്. ആ ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഗനി 100ൽ 10 റീകോമ്പിനൻറ്റ് പ്രൊഗനീസ് ഉണ്ട്. അപ്പോൾ ഒരു ക്രോസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് ടോട്ടൽ നമ്പർ ഓഫ് പ്രൊഗനി കിട്ടിയത് 100 ആണ്. അതിൽ 10 റീകോമ്പിനൻറ്റ് പ്രൊഗനീസ് ആണ്. അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി നിങ്ങൾ എങ്ങനെ എഴുതുക? 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 100. അപ്പോൾ അതാണ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ക്രോസ് വഴി കിട്ടിയ പ്രൊഗനീസിൽ എത്ര റീകോമ്പിനൻറ്റ് പ്രൊഗനി ഉണ്ട്, അല്ലെങ്കിൽ എത്ര പെർസെൻറ്റേജ് റീകോമ്പിനൻറ്റ് പ്രൊഗനി ഉണ്ട്, അതാണ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അതിപ്പോൾ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ അല്ലെങ്കിൽ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ തന്നെയാണ് റീകോമ്പിനേഷൻ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഇക്വേഷൻ. Recombination frequency is equal to number of recombinant progeny divided by total number of progeny into 100. Next is the genetic mapping using recombination frequency. How recombination frequency can be used for genetic mapping? The Morgan and his students developed the idea that physical distance between genes on a chromosome are related to the rate of recombination. They proposed that recombination frequency would provide convenient way to determine the order of genes along a chromosome and would give relative distance between the genes. The chromosome maps calculated by using the genetic phenomena of recombination are called genetic map. The distance on the genetic maps are measured in maps unit, and one map unit is equal to 1% of recombination map unit is called centimorgan. 100 centimorgan is equal to 1 morgan. So, how recombination frequency can be used for constructing a genetic map? The Morgan and his students is the first person to develop the idea that the physical distance between 2 genes is related to the rate of recombination. They also proposed that the rate of recombination provide a convenient, or the recombination frequency provide a convenient way to determine the order of genes along a chromosome. And the chromosome maps are calculated using recombination
The chromosome maps constructed using recombination frequency are known as genetic maps. And the unit for the genetic map is mapping unit, and one map unit equals 1% of recombination map units are called centimorgan, and 100 centimorgan is equal to 1 morgan. അപ്പോൾ എങ്ങനെയാണ് ഈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വെച്ചിട്ട് നമ്മൾ ജെനറ്റിക് മാപ്പ് ഉണ്ടാക്കുകയെന്ന് അടുത്ത് നമ്മൾ പറയുന്നത്. ഇപ്പോൾ തോമസ് ആൻഡ് മോർഗനും അയാളുടെ സ്റ്റുഡൻസുമാണ് ആദ്യമായിട്ട് ഈ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ മോർഗൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തിനോട് റിലേറ്റഡ് ആണ്, അവർ തമ്മിലുള്ള റീകോമ്പിനേഷൻ ഫ്രീക്വൻസിനോട് റിലേറ്റഡ് ആണെന്നാണ് പറയുന്നത്. അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വഴി എന്ത് കണ്ടുപിടിക്കാം, രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, പിന്നെ അവരുടെ ഓർഡർ, അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓർഡർ കണ്ടുപിടിക്കാൻ പറ്റുമെന്നാണ് മോർഗൻ പറഞ്ഞത്. അപ്പം അതിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തു, റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വെച്ചിട്ട് ജെനറ്റിക് മാപ്പ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന മാപ്സിനെയാണ് നമ്മൾ ജെനറ്റിക് മാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാപ്സിലെ യൂണിറ്റാണ് മാപ്പിംഗ് യൂണിറ്റ്. അപ്പോൾ നിങ്ങളിപ്പോൾ ഗ്രാഫും മാപ്പൊക്കെ വരയ്ക്കുമ്പോൾ സെൻറ്റിമീറ്ററിലോ മീറ്ററിലൊക്കെ അല്ലേ വരയ്ക്കുക. അതേപോലെ തന്നെ ഈ ജെനറ്റിക് മാപ്പ് വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മാപ്പിംഗ് യൂണിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ 1% സെൻറ്റിമോർഗൻ. അപ്പോൾ 100 സെൻറ്റിമോർഗനാണ് ഒരു മോർഗൻ. അപ്പോൾ ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ദി യൂണിറ്റ് ഫോർ കൺസ്ട്രക്റ്റിംഗ് ജെനറ്റിക് മാപ്പ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഇവിടെയാണുള്ളത്. അപ്പോൾ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വെച്ചിട്ട് ജെനറ്റിക് മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് കണ്ടുപിടിച്ചത് തോമസ് ആൻഡ് മോർഗനാണ്. അതായത് രണ്ട് ജീൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് അവരുടെ റീകോമ്പിനേഷൻ ഫ്രീക്വൻസിയോട് റിലേറ്റഡ് ആണെന്നാണ് അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ റീകോമ്പിനേഷൻ ഫ്രീക്വൻസി വെച്ച് കൺസ്ട്രക്ട് ചെയ്യുന്ന മാപ്പിനെയാണ് ജെനറ്റിക് മാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പിംഗ് യൂണിറ്റ് ആണ് അതിലെ യൂണിറ്റ്, അതായത് സെൻറ്റിമോർഗൻ. പിന്നെ 100 സെൻറ്റിമോർഗന് ഒരു മോർഗന് ഈക്വലാണ്. The last concept is interference and coincidence. The observed frequency of double crossover gamete is 0.005. The expected frequency of double crossover gametes would be 0.10 into 0.15 or 0.015. Fewer double crossovers are usually observed than would expected if crossovers were independent even. The phenomenon is called chromosome interference or chiasma interference. So the coefficient of coincidence is equal to observed double crossover frequency divided by expected double crossover frequency. In the absence of interference, the coefficient of coincidence will be 1. The coefficient of interference thus will be 0 in the absence of interference, and in the interference values between 0 to 1 indicate positive interference, and interference value greater than 1 indicate negative interference. So what is interference and coincidence? So the observed frequency of double crossover gamete is 0.005 and the expected frequency of a double crossover gamete is 0.015. So if the crossing over event is independent, fewer double crossover will occur. This phenomenon is called chromosome interference or chiasma interference. So what is chromosome interference or chiasma interference? When the crossing over event is independent, fewer double crossover will occur, then this is known as chromosome interference or chiasma interference. So crossing over ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ, അതായത് ക്രോസിങ് ഓവർ വേറെ ജീൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ലെങ്കിൽ, ആ ഡബിൾ ക്രോസ് ഓവർ ഇവൻറ്റ്സ് എന്തായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ അതിനെയാണ്, ഈ ഫിനോമിനയാണ് നമ്മൾ ക്രോമസോം ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ കയാസ്മ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇൻ്റർഫറൻസ് എന്താണ്? ക്രോസിങ് ഓവർ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഡബിൾ ക്രോസ് ഓവറിൻ്റെ എണ്ണം കുറവായിരിക്കും. അപ്പോൾ ആ ഒരു ഫിനോമിനയ്ക്ക് പറയുന്ന പേരാണ് ക്രോമസോം ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ കയാസ്മ ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. അടുത്തതാണ് കോഇൻസിഡൻസ്. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് ഡബിൾ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഡിവൈഡ് ബൈ എക്സ്പെക്റ്റഡ് ഡബിൾ ക്രോസ് ഓവർ ഫ്രീക്വൻസി. നിങ്ങൾ പ്രോബബിലിറ്റീൻ്റെ ഇക്വേഷൻ പഠിച്ചിട്ടില്ലേ? അപ്പോൾ അതിനോട് സിമിലർ ആണ് ഈ കോഎഫിഷ്യൻ്റ് ഓഫ് കോഇൻസിഡൻസിൻ്റെ ഇക്വേഷൻ. അതായത് കോഇൻസിഡൻസ് ഓഫ്
പ്രോബിലിറ്റി എന്തായിരുന്നു? ഒബ്സർവ്ഡ് വാല്യൂ ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് വാല്യൂ അല്ലേ? അപ്പോൾ അതേപോലെ തന്നെയാണ് ഇതും. കോഎഫിഷ്യൻ്റ് ഓഫ് കോയിൻസിഡൻസ് ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് ഡബിൾ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഡബിൾ ക്രോസ് ഓവർ ഫ്രീക്വൻസി. അപ്പം ഇൻ്റർഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ കോയിഫിഷ്യൻസ് ഓഫ് കോയിൻസിഡൻസിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അതായത് ഇൻ്റർഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂ 0 ആയിരിക്കും. ഇൻ്റർഫറൻസിൻ്റെ വാല്യൂ 0ൻ്റെ 1ൻ്റെ ഇടയിൽ വന്നാൽ അതൊരു പോസിറ്റീവ് ഇൻ്റർഫറൻസ് ആണ്. 1 കൂടിയാൽ അത് നെഗറ്റീവ് ഇൻ്റർഫറൻസ് ആണ്. ഇപ്പോൾ ഇൻ്റർഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ ഈ കോഎഫിഷ്യൻ്റ് ഓഫ് ഇൻ്റർഫറൻസിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻ്റർഫറൻസ് ഒന്നും ഇല്ല. 0ൻ്റെയും 1ൻ്റെ ഇടയിലാണെങ്കിൽ പോസിറ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. 1ൽ കൂടുതലാണെങ്കിൽ നെഗറ്റീവ് ഇൻ്റർഫറൻസ് ആണ്. അപ്പോൾ ഇൻ്റർഫറൻസ് ആൻഡ് കോയിൻസിഡൻസ് എന്താണ്? അതായത് ക്രോസിംഗ് ഓവർ ഇവൻറ്റ് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഡബിൾ ക്രോസ് ഓവർ കുറവായിരിക്കും. ആ ഫിനോമിനയാണ് ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ കയാസ്മ ഇൻ്റർഫറൻസ് അല്ലെങ്കിൽ ക്രോമസോം ഇൻ്റർഫറൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ കോഎഫിഷ്യൻ്റ് ഓഫ് കോയിൻസിഡൻസ് അല്ലെങ്കിൽ കോയിൻസിഡൻസ് ഈസ് ഈക്വൽ ടു ഒബ്സർവ്ഡ് ഡബിൾ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഡിവൈഡഡ് ബൈ എക്സ്പെക്റ്റഡ് ഡബിൾ ക്രോസ് ഓവർ ഫ്രീക്വൻസി ആണ്. ഇപ്പോൾ ഇൻ്റർഫറൻസ് ഒന്നും ഇല്ലെങ്കിൽ കോഎഫിഷ്യൻ്റ് ഓഫ് കോയിൻസിഡൻസിൻ്റെ വാല്യൂ 0 ആയിരിക്കും. 0 to 1 ആണെങ്കിൽ അതായത് ഇൻ്റർഫറൻസിൻ്റെ വാല്യൂ 0 to 1 ആണെങ്കിൽ പോസിറ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. പിന്നെ 0ൻ്റെ 1ൻ്റെ മുകളിലാണെങ്കിൽ നെഗറ്റീവ് ഇൻ്റർഫറൻസ് ആയിരിക്കും. താങ്ക് യു.